നമസ്കാരം. വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ഫാക്ട് ഫോർ യു എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാക്ട് ഫോർ യുയിലൂടെ പൂക്കളെ പറ്റിയാണ്. പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മണമുള്ളതും വർണ്ണങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റിനുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ പൂക്കൾ അല്ലെങ്കിൽ ഫ്ലവർ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നതാണ്? ശരിക്കും ഫ്ലവർ എന്നുള്ള വാക്ക് ഇറ്റാലിയൻ ദേവതയായ ഫ്ലോറയുടെ നാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശരിക്കും ആദ്യകാലങ്ങളിൽ ഫ്ലവർ എന്നുള്ള വാക്കിന് പകരമായിട്ട് ബ്ലോസം എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ബ്ലോസം എന്നുള്ള വാക്ക് ഫലവൃക്ഷങ്ങളുടെ പൂക്കളെയാണ് ബ്ലോസം എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന മനോഹര പുഷ്പങ്ങളിൽ ഒന്നാണ് റോസാപ്പൂ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ. റഫ്ലേഷ്യ മറ്റൊരു കാര്യത്തിൽ കൂടി ബഹുമതി നേടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും അസഹനീയമായ മണമുള്ള പൂവെന്നത്. കാരണം റഫ്ലേഷ്യ പൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, അഴുകിയ മാംസത്തിന്റെ മണമാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവ് ഏതാണെന്നറിയോ? വോൾഫിയ ഗ്ലോബോസ ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മണമുള്ള പൂവ് ഏത്? അത് ജാസ്മിനും റോസ് ആണ്. ഇനി അതിശയകരമായ മറ്റൊരു കാര്യം, പൂക്കൾക്ക് സ്വന്തമായൊരു ഭാഷയുണ്ടത്രേ. കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പൂക്കൾ പരസ്പരം സംസാരിക്കുന്നതും കഥകളും ഒക്കെ കൈമാറുന്നതും പ്രണയം കൈമാറുന്നു എന്നൊക്കെ പറയും കവിഭാവനയില്ല. ശരിക്കും ഈ പൂക്കൾക്കൊരു ഭാഷയുണ്ടോ? തീർച്ചയായിട്ടും. പൂക്കളുടെ ഭാഷയാണ് ഫ്ലോറിയോഗ്രാഫി. ഇനി സ്വർണ്ണത്തെക്കാൾ വിലയുള്ള പൂക്കളുണ്ട്. സ്വർണ്ണത്തെക്കാൾ വിലയുള്ള പൂക്കളോ? നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ഹോളണ്ടിലാണ്. സ്വർണ്ണത്തെക്കാൾ വിലയുള്ള ഈ പൂക്കളെ നമ്മളെല്ലാം അറിയാം. ഈ പൂക്കളെ കാണാൻ നല്ല സുന്ദരികളാണ്. ഈ പൂക്കളുടെ പേരെന്താണെന്നറിയോ? തുലിപ്പൂക്കൾ. ഇനി നമുക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടുള്ളവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വേറെ ഒരു പൂവിന്റെ പേര് സെർച്ച് ചെയ്യേണ്ട ഗൂഗിളിൽ. നിങ്ങൾ ഈ പേര് മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗർബേറിയ ഡയസിസ്. ഗർബേറിയ ഡയസിസ് എന്ന പൂവ് ഉറക്കം വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും ഉപകാരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഫാക്റ്റുമായി കാണുന്നിടം വരെ ബൈ.